പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ആട്ടിൻകുട്ടിയുടെ രക്തം കുറെയെടുത്ത് നിങ്ങൾ പാർക്കുന്ന വീടുകളുടെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. 13-ാം വാക്യം. നിങ്ങൾ പാർക്കുന്ന ഭവനങ്ങളുടെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടിയിരിക്കുന്ന രക്ത അടയാളം കാണുമ്പോൾ മിസ്രൈമ്യർക്ക് വരുത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതായ ബാധകൾ ആ ദേശത്തുകൂടെ അർദ്ധരാത്രിയിൽ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളെ പ്രത്യേകം തിരിച്ചറിയും. അത് നിങ്ങൾക്ക് രക്ഷയായി ഭവിക്കേണ്ടതിന് അവിടെ പ്രവേശിക്കാതെ ഒഴിഞ്ഞു പോകുവാൻ കാരണമായി തീരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 3500 വർഷത്തിന് മുമ്പ് ഈ ഭൂമിയിൽ മിസ്രൈമിൽ നടന്നതായ ഒരു സംഭവത്തെക്കുറിച്ചാണ് നാം വായിച്ചു കേട്ടത്. ഇന്ന് നാം അത് ദർശിക്കുന്നതും അനുഭവിക്കുന്നതും 2000 വർഷത്തിന് മുമ്പ് നടന്നതായ ഒരു കാൽവറി ക്രൂശിലെ മരണത്തിൽ ഒഴുക്കപ്പെട്ടതായ രക്തത്താലുള്ളതായ വിടുതലായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവസ്ഥം ആകുന്നത്. ദൈവത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു പ്രഭാതയാമം കാണുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് വീണ്ടും ഭാഗ്യം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന ഏവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. 3500 വർഷത്തിന് മുമ്പ് നടന്ന ഈ സംഭവം ദൈവം പറഞ്ഞതായ ഈ ഒരു പ്രവൃത്തി എന്താണെന്ന് അറിയാം. മോശയോട് പറയാണ്, ഇതിൻ്റെ ജനത്തോട് പറയണം, ആട്ടിൻകുട്ടിയുടെ രക്തം അഥവാ പെസഹ കുഞ്ഞാടിൻ്റെ രക്തം അല്പമെടുത്ത് നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ കട്ടളക്കാൽ രണ്ടിന്മേലും, വ്യക്തമായി പറയാണ്, കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉന്നയിക്കും. അതെന്താണ് ദൈവം അങ്ങനെ പറഞ്ഞത്? തീർച്ചയായിട്ടും ദൈവം പറഞ്ഞതിന് ചില ഉദ്ദേശം കാണും, അതിന് ചില അർത്ഥം കാണും, ചില സന്ദേശങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെങ്കിൽ നമുക്കത് വ്യക്തമായി മനസ്സിലായില്ല എങ്കിലും മോശയ്ക്കും ഇസ്രായേൽ ജനത്തിനും ആ ഒരു പ്രവൃത്തി എന്താണ് അതിനർത്ഥമെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ പ്രസ്തുത വചനത്തെ ആധാരമാക്കി നമുക്ക് തരുന്ന ഒരു സന്ദേശമുണ്ട്. നമ്മൾ ഈ രക്തത്തെ അടയാളമാക്കുന്നത് ക്രിസ്തുയേശുവിൽ കൂടെ നാം അനുഭവിക്കുന്ന ശത്രുക്കളിൽ നിന്നുള്ളതായ വിടുതൽ, മരണത്തിൽ നിന്നുള്ളതായ വിടുതൽ, സംഹാരത്തിൽ നിന്നുള്ളതായ വിടുതൽ, ഇല്ലെങ്കിൽ ബാധകളിൽ നിന്നുള്ളതായ വിടുതൽ, ആ വിടുതലിന് അടയാളമായി നാം സ്വീകരിച്ചു പറയുന്ന അല്ലെങ്കിൽ നാം അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ രക്തം, അതിനെ നാം അടിസ്ഥാനമാക്കി. അങ്ങനെയെങ്കിൽ ശത്രുക്കളിൽ നിന്നുള്ളതായ ഒരു വിടുതലാണ് നിങ്ങൾ പ്രധാനമായി നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഏത് ശത്രുക്കളോടാണ് നിങ്ങൾക്ക് പോരാട്ടമുള്ളത്? 2 രീതിയിലുള്ളതായ ശത്രുക്കൾ ലോകത്തിലുണ്ട്. മനുഷ്യരെല്ലാവരും അഭിമുഖീകരിക്കുന്ന 2 രീതിയിലുള്ള ശത്രുക്കളുണ്ട്. ഏതാണ് ആ ശത്രു എന്നറിയാമോ? ഒന്ന് മറഞ്ഞിരിക്കുന്ന ശത്രു, ഒന്ന് നേരെ വരുന്ന ശത്രു. ഈ കട്ടളക്കാൽ രണ്ടും നാം സഞ്ചരിക്കുമ്പോൾ നമ്മോടൊപ്പം വരുന്നതായ, നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന, നമ്മെ അനുധാവനം ചെയ്യുന്നതായ രഹസ്യ ശത്രു, മറഞ്ഞിരിക്കുന്ന ശത്രു. കുറുമ്പടി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ വരുന്നതായ ശത്രു. ഈ 2 ശത്രുക്കളിൽ നിന്നുള്ളതായ വിടുതൽ ക്രിസ്തുയേശുവിൻ്റെ രക്തം ഈ പ്രഭാതത്തിൽ നമുക്കായി വാഗ്ദാനം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ശത്രുതകൾ നാം വ്യക്തമായി ഒന്ന് പഠിച്ചു നോക്കിയാൽ അനേകം ശത്രുക്കളെ നമുക്ക് കാണുവാൻ കഴിയില്ല. നോക്കൂ, യേശുവിൻ്റെ അനുഭവത്തിലേക്കൊന്ന് കടന്നു വരാം. തൻ്റെ ശിഷ്യനായിരുന്ന യൂദ യേശു സഞ്ചരിച്ചിടത്തൊക്കെയും യേശുവിനോടൊപ്പം സഞ്ചരിച്ചു. അവൻ ഭക്ഷിച്ച ആഹാരം യേശു ഭക്ഷിച്ച ആഹാരം യൂദയും ഭക്ഷിച്ചു. യേശു ചെയ്തതായ അത്ഭുതങ്ങളിലൊക്കെയും അവൻ ഭാഗവാക്കായി. അവൻ അരുളി ചെയ്ത വചനങ്ങളൊക്കെയും യൂദയും കേട്ടു, യൂദയും വിശ്വസിച്ചു, അവനും അത് ഏറ്റുപറഞ്ഞു, കർത്താവിനെ അനുസരിച്ചു. 3.5 വർഷം അവരുടെ ഇടയിൽ ഒരു പ്രമുഖയായി അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസമുള്ളവനെ പോലെ ഒരു അക്കൗണ്ടന്റായി അവൻ അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു.
ആരും അവനോട് കണക്ക് ചോദിക്കുകയോ അവനെ വിസമ്മതിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തില്ല. അവനും ആരെയും ഉപദ്രവിച്ചില്ല. അവൻ എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ടവനായി ആ 3.5 വർഷക്കാലം യേശുവിനോടൊപ്പം സഞ്ചരിച്ചു. എന്നാൽ ഒരു നിമിഷത്തിൽ അവൻ ശത്രുവായി മാറി. അവനിൽ ഉണ്ടായിരുന്നതായ ഒരു ശത്രുത അത് വളരെ ശക്തിയോടുകൂടെ ഒരു ദിവസം അത് ഉടലെടുക്കുന്നതിനിടയായി തീർന്നു. നാം ശിംശോന്റെ അനുഭവത്തിൽ ഒന്ന് വരുമ്പോൾ, ശിംശോന്റെ ഭാര്യയായിരുന്ന ദലീല നമ്മൾ ഓർത്തു നോക്കൂ. അവനോട് വളരെ സ്നേഹമായിരുന്നവൾ, അവന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തവൻ. അവൻ ഏറ്റവും കൂടുതൽ അവളെ സ്നേഹിച്ചു. മറ്റുള്ളവരിൽ എല്ലാവരെക്കാളും ദലീലയോട് അവന് വളരെ സ്നേഹമായിരുന്നു. കാരണം അത്രയ്ക്ക് വിശ്വസ്തയെന്ന് ശിംശോൻ വിശ്വസിക്കുകയുണ്ടായി. എന്നാൽ അവനെ കീഴ്പ്പെടുത്തുന്നതിനും അവനെ അപായപ്പെടുത്തുന്നതിനുമുള്ളായ ഒരു അനുകൂല സാഹചര്യത്തിന് വേണ്ടി കാത്തിരുന്നവളായിരുന്നു ദലീല. രഹസ്യത്തിൽ അവനോടൊപ്പം സഞ്ചരിച്ച ശത്രു, നാം അറിയാതെ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ശത്രു. കർത്താവ് ഒരിക്കൽ പറയുകയുണ്ടായി, മനുഷ്യന്റെ ശത്രുക്കൾ അവരുടെ അന്യപുറത്തു നിന്നുള്ളവരല്ല, അവരുടെ സ്വന്തം വീട്ടുകാരാണ്. നമ്മുടെ സഹോദരങ്ങൾ തന്നെ പലപ്പോഴും നമുക്ക് ശത്രുവാകാം. അത് ദൈവമക്കളുടെ മാത്രം അനുഭവമല്ല, ലോക മനുഷ്യരിൽ എല്ലാവർക്കും ഇങ്ങനെയുള്ള അനുഭവമാണ്. അവരുടെ വീട്ടുകാർ തന്നെ അവർക്ക് ശത്രുവാകുന്നു, സ്വന്തം മക്കൾ ശത്രുവാകുന്നു. ദാവീദിന്റെ അനുഭവത്തിലേക്ക് ഒന്ന് വരാം. സ്വന്തം മകൻ തന്നെ അവന് ശത്രുവായി മാറി. സ്വന്തം ഭാര്യ അവനെ പരിഹസിച്ചു, അവന് ശത്രുവായി മാറി. അവനുള്ളവരെല്ലാം അവനെ കൈവിട്ടു. നാം ഓരോരുത്തരുടെയും ഭക്തന്മാരുടെ അനുഭവം നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അവർക്ക് സഹിക്കാൻ വയ്യാതിരുന്ന വിഷയം അവരുടെ സ്വന്തം സ്നേഹിതർ, സഹോദരങ്ങൾ, അവർ വിശ്വസിച്ചവർ അവർക്ക് ശത്രുവായി എഴുന്നേറ്റപ്പോഴുള്ളതായ അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള അനുഭവം വരും. ഈ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും രക്തം പുരട്ടണമെന്ന് പറഞ്ഞപ്പോൾ അത് വെറുതെ പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഒരു നേരം പോക്കായി പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടയാളമായി പറഞ്ഞതല്ല. അതിനൊരർത്ഥമുണ്ട്. നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ശത്രു, നമുക്ക് നേരടിയായി വരുന്ന ശത്രു, അത് പേരെടുത്ത് വരുന്ന ശത്രുവാണ്. ആ ശത്രുവിനെ നമുക്കറിയാം. അവൻ ശത്രുവാണ്, അവൾ ശത്രുവാണ്, ഇന്ന വീട്ടുകാർ നമുക്ക് ശത്രുക്കളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. അവരോട് പോരാടുവാൻ നമുക്ക് ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കണം, ദൈവത്തിൽ നിന്നും ശക്തി പ്രാപിക്കണം. എന്നാൽ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം അവർ ശത്രുവെന്ന് തിരിച്ചറിയാതെ നമ്മൾ എങ്ങനെ കൃപയ്ക്കായി അപേക്ഷിക്കും? അവർ ശത്രുവെന്ന് ഗ്രഹിച്ചറിയാതെ ഇന്നടത്തു നിന്നാണ് നമുക്ക് ശത്രുത ഉണ്ടാകുന്നതെന്ന് അറിയാതെ നമ്മൾ അവരെ എങ്ങനെ നശിപ്പിക്കാൻ പ്രാർത്ഥിക്കും? അവരെ ഉപദ്രവിക്കാൻ എങ്ങനെ പ്രാർത്ഥിക്കും? നാം അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിലും ആ കട്ടളക്കാൽ രണ്ടിന്മേലും ഇരുവശത്തുമുള്ള കട്ടളക്കാലിന്മേൽ പുരട്ടിയിരിക്കുന്ന രക്തം, അതൊരു സംഹാര ദൂതന്, ദൈവത്തിന്റെ ദൂതന്റെ ദൃഷ്ടിയിൽ അത് വിടുമ്പോൾ അത് നിനക്ക് ശത്രുവാണെന്ന് ദൈവം തിരിച്ചറിയുന്നു. അവരെ കുറിച്ചുള്ളതായ ഉത്തരവാദിത്വം അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നമുക്കെതിരായി വരുന്ന ശത്രുക്കളിൽ മേൽ അവരോട് പോരാടുവാൻ, അവരെ ഒരുപക്ഷെങ്കിൽ സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരോട് ഉള്ളതായ സഹവർത്തിത്വം സൂക്ഷ്മതയോടെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപയും ജ്ഞാനവും തരും. അഭിമുഖമായി പേരെടുത്തു വരുന്ന ശത്രു കുറുമ്പടി. കട്ടളക്കാൽ രണ്ടും നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ശത്രു, അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അവർ ശത്രുവാണെന്ന് നമുക്കറിയില്ല. സൗകര്യം കിട്ടുമ്പോൾ, സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ അവർ നമുക്ക് സംഹാരത്തിന് ഉതകുന്നവരായി, അല്ലെങ്കിൽ സംഹാര ശത്രുക്കളായി, അതിനുള്ള സാഹചര്യം നമ്മെ ഒറ്റിക്കൊടുക്കുന്നവരായി അവർ മാറുന്നു. എന്നാൽ അവർ ശത്രുവാണെന്ന് തിരിച്ചറിയുന്ന ഒരു സർവശക്തിയുള്ളതായ ഒരു രക്തമാണ് അതിന്മേൽ പുരട്ടിയിരിക്കുന്നതെങ്കിൽ അതിന്മേലുള്ള ഉത്തരവാദിത്വം സർവശക്തനായ ദൈവത്തിന്റെ പദ്ധതിയിൽ കൂടെ അത് കടന്നുപോകും. ദൈവമാണ് അതിന്മേൽ സൂക്ഷ്മ അല്ലെങ്കിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്. അത് നമ്മുടെ ജോലിയല്ല. ദൈവം നമ്മോട് പറയുന്നത് കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും കർത്താവിന്റെ രക്തം പുരട്ടിയിരിക്കുന്ന ഒരനുഭവം നിനക്കുണ്ടെങ്കിൽ, കർത്താവിന്റെ രക്തത്തിൽ ആശ്രയിച്ചാണ് നിന്റെ യാത്രയെങ്കിൽ, നിന്നോടൊപ്പം സഞ്ചരിക്കുന്ന മിത്രമെന്ന് തോന്നിക്കുന്ന ശത്രുക്കളെ പോലും ദൈവം അത് ശ്രദ്ധ വെച്ച് കണ്ടുകൊണ്ട് നിനക്കത് ഹാനി വരാതെ വണ്ണം ദൈവം നിന്നെ വളരെ ഭദ്രമായി പരിപാലിക്കും എന്നുള്ളതായ ഒരു മഹത്തായ സന്ദേശമാണ് ഈ സുപ്രഭാതത്തിൽ ദൈവം നമുക്കായി ദാനം ചെയ്യുന്നത്. എല്ലാ ശത്രുക്കളെയും നമുക്ക് കാണാൻ കഴിയില്ല, എല്ലാ ശത്രുക്കളെയും നമുക്ക് പഠിക്കാൻ കഴിയില്ല,
എല്ലാ ശത്രുക്കളെയും നാം തിരിച്ചറിയുന്നില്ല. എല്ലാവരും നമ്മുടെ മിത്രങ്ങളാണെന്നുള്ളതായ ഒരു ചിന്ത, അത് ദൈവം നമുക്ക് തരുന്ന ഒരു വിശേഷതയാണ്. എന്നാൽ നിന്റെ ആ ശുദ്ധ മനസാക്ഷിയോടുകൂടിയുള്ള ഇടപാടുകൾ നിനക്ക് ഹാനികരമാകാതിരിക്കേണ്ടതിന് ഇരുവശത്തും രക്തം പുരട്ടി രക്തത്തിന്റെ കാവലിൽ സഞ്ചരിക്കുന്നതായ ഒരു സഞ്ചാരം നീ അഭ്യസിക്കുമെങ്കിൽ അത് നിനക്ക് രക്ഷയായിത്തീരും. കർത്താവ് ആ ശത്രുക്കളിന്മേലുള്ള ദൃഷ്ടി അത് ദൈവം പതിപ്പിച്ചുകൊള്ളും. ദൈവം അത് ഭാരമേറ്റെടുക്കും. നിന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുവാൻ, നിന്റെ കുടുംബത്തെ സൂക്ഷിക്കുവാൻ ദൈവം പദ്ധതികളിലിടും. ദൈവം ചില ദൂതന്മാരെ അത് പറഞ്ഞേൽപ്പിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ സ്വന്തം ഭാര്യയാകാം, നമ്മുടെ കുഞ്ഞുങ്ങളാകാം, നമ്മുടെ മാതാപിതാക്കളാകാം, നമ്മുടെ അയൽവക്കക്കാരാകാം, നമ്മുടെ ഭർത്താവാകാം, നമുക്ക് വേണ്ടപ്പെട്ടവരാകാം, നമ്മോടൊപ്പം ആരാധിക്കുന്നവരായിരിക്കാം, നമ്മോടൊപ്പം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. എങ്കിലും അവരെന്തെന്ന് ഏതെന്ന് തിരിച്ചറിയുന്നതായ ഒരാത്മാവിന്റെ ദൃഷ്ടിമുഖത്താണ് നമ്മുടെ സഞ്ചാരമെങ്കിൽ, നമ്മുടെ ജീവിതമെങ്കിൽ, നമ്മുടെ ആരാധനയെങ്കിൽ, നമ്മുടെ മനസാക്ഷിയെങ്കിൽ, അതിന്മേൽ ഭാരം വഹിച്ച് നടത്തുന്നതായ ഒരു സർവശക്തന്റെ കാവലിൽ ദൈവം അവസാനം വരെയും നടത്തുവാൻ സർവശക്തിയുള്ള ദൈവമെന്ന് ഈ പ്രഭാതത്തിൽ നമ്മോട് കൽപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മറഞ്ഞിരിക്കുന്ന ശത്രുക്കളിൽ നിന്നുള്ളതായ പീഡനം അനുഭവിച്ച് ഭാരപ്പെട്ട് തകർന്ന പല ഹൃദയങ്ങളുമുണ്ട്. അവരുടെ ജീവിതത്തിൽ വളരെ കണ്ണുനീരിനിടയാക്കിയ സംഭവങ്ങളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ജീവിത യാത്രയിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിന്റെ ജീവിത യാത്രയിൽ കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം പുരട്ടിയിട്ടുണ്ടെങ്കിൽ കുറുമ്പടിമേൽ പുരട്ടുന്നത് പോലെ തന്നെ നിന്റെ കട്ടളക്കാൽ ഇരുവശത്തുമുള്ള കട്ടളക്കാൽ രണ്ടിന്മേലും പുരട്ടിയിരിക്കുന്നതായ യേശുവിന്റെ രക്തം നിന്റെ പാപത്തിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല, രോഗത്തിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല, നിനക്കെതിരായി മറഞ്ഞിരിക്കുന്ന ശത്രുവിൽ നിന്നും നിനക്ക് വിടുതലും സംരക്ഷണവും ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിനക്കായി വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനത്തെ ഏറ്റെടുത്ത് അതിന്റെ നന്മകളെ അനുഭവിപ്പാൻ, ആ സംരക്ഷണത്തെ അനുഭവിപ്പാൻ തക്കവണ്ണം ഈ പ്രഭാതം നിങ്ങൾക്ക് സഹായിക്കുമാറാകട്ടെ. ഈ വിശേഷമായ ഈ ദിവസത്തിന്റെ കാഴ്ചപ്പാട്, നിങ്ങളുടെ ദർശനം ആ ക്രിസ്തുവിൽ കൂടെയുള്ള സംരക്ഷണവും സൂക്ഷിപ്പും ബലവും ആയി തീരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.